ഐ ആം ഓൺ മൈ വേ, യു ആർ ഓൺ യുവർ വേ, ഹീ ഈസ് ഓൺ ഹിസ് വേ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അതിൻ്റെയൊക്കെ മീനിങ്സ് എന്താ? ഐ ആം ഓൺ മൈ വേ ടു വർക്ക്, ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ വഴിയിലാണ് എന്നർത്ഥം. ഐ ആം ഓൺ മൈ വേ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ വഴിയിലാണ്, സ്കൂളിലേക്ക് എത്തിയിട്ടില്ല എന്നർത്ഥം. ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്നാണ് അതിനർത്ഥം. ഐ ആം എന്നത് ഐ ആം എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഐ എന്നത് സബ്ജക്റ്റ് ആണ്. പിന്നെ ആ സെൻറ്റൻസിൽ മൈ എന്ന് എഴുതിയിട്ടുണ്ട്, അത് എൻ്റെ, അത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ഐ എന്ന സബ്ജക്റ്റിന് മാച്ച് ചെയ്തുകൊണ്ട് മൈ എന്ന പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് ആ സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടത്. യു ആർ ഓൺ യുവർ വേ എന്ന് പറഞ്ഞാൽ യു ആണ് സബ്ജക്റ്റ്, യുവർ എന്നാൽ നിങ്ങളുടെ. അപ്പോൾ ഓരോ സെൻറ്റൻസിനും അനുസരിച്ചുള്ള പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കണം. യു എന്നത് സബ്ജക്റ്റ് ആണ്, അതിനെ മാച്ച് ചെയ്തുകൊണ്ട് യുവർ എന്ന് ഉപയോഗിച്ചു. ഹീ ഈസ് ഓൺ ഹിസ് വേ ടു ദ ഷോപ്പിംഗ് മാൾ എന്ന് പറഞ്ഞാൽ അവൻ ഷോപ്പിംഗ് മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, വഴിയിലാണ്, അവിടെ എത്തിയിട്ടില്ല. ഇതുപോലെ ഏത് സബ്ജക്റ്റും അതിനനുസരിച്ചുള്ള പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ച് ഇത്തരം എക്സ്പ്രഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ഷീ ഈസ് ഓൺ ഹെർ വേ ടു ദി ഓഫീസ് എന്ന് പറഞ്ഞാൽ അവൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, വഴിയിലാണ്. ഇറ്റ്സ് ഓൺ ഇറ്റ്സ് വേ, അത് അതിൻ്റെ വഴിയിലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പാക്കേജോ അല്ലെങ്കിൽ ഒരു പാഴ്സലോ ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു, പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ വിളിച്ച് അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുന്ന മറുപടി അങ്ങനെയാവും, ഇറ്റ്സ് ഓൺ ഇറ്റ്സ് വേ, അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എന്നാൽ ഇറ്റ് ഈസ് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഈ കുട്ടികളൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പാർക്കിലേക്കാണ് പോകുന്നത്, പാർക്കിൽ എത്തിയിട്ടില്ല എങ്കിൽ എങ്ങനെ പറയും? ദേ ആർ ഓൺ ദെയർ വേ ടു ദ പാർക്ക്. ദേ ആർ ഓൺ ദെയർ വേ ടു ദ പാർക്ക്. ദേ ആർ എന്നത് ദേ ആർ എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. ദേ ആർ ഓൺ ദെയർ വേ ടു ദ പാർക്ക് എന്ന ഒരു സെൻറ്റൻസ് ശ്രദ്ധിച്ചോ? അതിൽ ആദ്യം ദേ ആർ എന്ന് എഴുതിയിരിക്കുന്നത് ദേ ആർ എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. ദേ എന്നാൽ അവർ. ഇനി വേറെ ഒരു ദെയർ എന്നുള്ള ഒരു വേർഡ് അവിടെയുണ്ട്. ദെയർ അവരുടെ എന്നാണ് അവിടെ മീനിങ്. രണ്ടിൻ്റെയും പ്രൊനൗൺസിയേഷൻ സെയിം തന്നെയാണ്, പക്ഷേ മീനിങ് വളരെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഐ ആം ഓൺ മൈ വേ, യു ആർ ഓൺ യുവർ വേ, വി ആർ ഓൺ അവർ വേ, ഹീ ഈസ് ഓൺ ഹിസ് വേ, ഷീ ഈസ് ഓൺ ഹെർ വേ എന്നൊക്കെ ഉള്ള കോമൺ ആയിട്ടുള്ള ഈ എക്സ്പ്രഷൻ വളരെ ഈസി ആയിട്ട് സംഭാഷണങ്ങളിൽ ഉൾപ്പെടുത്തിക്കൂടെ? അപ്പോൾ അത്തരം സന്ദർഭമനുസരിച്ച് ഇത്തരം എക്സ്പ്രഷൻസ് ഉപയോഗിക്കാൻ ശ്രമിക്കണം.